ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറെയും പേര് കേട്ടിട്ടുള്ളതായിരിക്കും മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി പ്രൊസസറുകളെ പറ്റി. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഈ പ്രൊസസറുകൾ എന്താണ്, ഈ പ്രൊസസറുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഇതൊന്നും അറിയത്തില്ല. അതോടൊപ്പം ഈ പ്രൊസസറുകൾ വെച്ചുകൊണ്ടുള്ള ഫോണുകൾ ഏറെയും ഇതുവരെയായിട്ടും ചൈനയിൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രൊസസറായ ഈ മീഡിയടെക് ഡയമൻസിറ്റി വെച്ചുകൊണ്ടുള്ള ഫോണുകൾ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും ഇന്ത്യയിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മീഡിയടെക്കിന്റെ 5G സീരീസിലുള്ള പ്രൊസസറുകളെയാണ് നമ്മൾ ഡയമൻസിറ്റി സീരീസ് പ്രൊസസറുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊസസർ വെച്ചുകൊണ്ടുള്ള ഫോണിലെല്ലാം നമുക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്രൊസസർ വന്നതിന് ശേഷം ചൈനയിൽ ഉണ്ടായ മാറ്റം എന്തെന്ന് പറയുകയാണെങ്കിൽ മിഡ് റേഞ്ച് 5G സെഗ്മെന്റ് മൊത്തത്തിൽ ഇപ്പോൾ ഈ മീഡിയടെക് ഡയമൻസിറ്റി സീരീസ് ആണ് ഭരിക്കുന്നത്. അതായത് കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ ഡയമൻസിറ്റി സീരീസ് പ്രൊസസറുകൾ നമുക്ക് ലഭിക്കുന്നത് കാരണം ചൈനയിൽ ഇപ്പോൾ 5G ഫോണുകളുടെ വില വളരെ കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഡയമൻസിറ്റി സീരീസ് പ്രൊസസറുകളിൽ ഏതൊക്കെ പ്രൊസസറുകൾ ഇപ്പോൾ നിലവിൽ അവതരിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് ഡയമൻസിറ്റിയുടെ 1000+, 820, 800, 800U, 720, 700 എന്നീ പ്രൊസസറുകളാണ് ഇപ്പോൾ നിലവിൽ ഡയമൻസിറ്റി സീരീസിൽ മീഡിയടെക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ മീഡിയടെക് ഡയമൻസിറ്റി പ്രൊസസറുകളുടെ സവിശേഷത എടുക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രൊസസറുകൾ എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ചീപ്പ് പ്രൈസിലാണ് ലഭിക്കുന്നത്. ആ കാരണത്താൽ തന്നെ ഈ പ്രൊസസർ ഉപയോഗിച്ച് ഒരു ഫോൺ നിർമ്മിക്കുകയാണെങ്കിൽ ആ ഫോണിന്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 5G ഫോണിന് ഇന്ത്യയിൽ കൊടുക്കുന്ന രൂപയെക്കാട്ടിലും വളരെ കുറവായിട്ടായിരിക്കും നമുക്ക് ഈ മീഡിയടെക് ഡയമൻസിറ്റി വെച്ചുകൊണ്ടുള്ള 5G ഫോണുകൾ നമുക്ക് ലഭ്യമാകുന്നത്. ആ കാരണത്താൽ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് 5G ഫോണുകൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. ഈ പ്രൊസസറുകൾ വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ ചൈനയിൽ 10,000 രൂപയ്ക്ക് വരെ, അതായത് ഇന്ത്യൻ മണി 10,000 രൂപ കൊടുത്താൽ പോലും നമുക്ക് ചൈനയിൽ ഇപ്പോൾ ഒരു 5G ഫോൺ, നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും അടങ്ങിയ 5G ഫോണുകൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പ്രൊസസറിന്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതത് പ്രൈസ് സെഗ്മെന്റിലെ രണ്ട് പ്രൊസസറുകൾ, അതായത് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി ഒരു 1000+ഉം അതോടൊപ്പം സ്നാപ്ഡ്രാഗൺ 865 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അല്പം കൂടി അപ്ലോഡിംഗ് ആണെങ്കിലും ഡൗൺലോഡിംഗ് ആണെങ്കിലും നമുക്ക് 5G സ്പീഡ് ഒരല്പം കൂടി കൂടുതലായിട്ട് നിൽക്കുന്നത് നമുക്ക് ഡയമൻസിറ്റി പ്രൊസസറുകൾ തന്നെയാണ്. അതോടൊപ്പം CPU പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഗെയിമിംഗ് റെൻഡറിംഗ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഈ ഡയമൻസിറ്റി പ്രൊസസറുകൾ മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു നല്ല സീരീസ് പ്രൊസസറുകൾ തന്നെയാണ് ഈ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി സീരീസ് പ്രൊസസറുകൾ. ഇനി ഈ ഡയമൻസിറ്റി പ്രൊസസർ വെച്ചുകൊണ്ട് ലോകത്തിൽ ഇതുവരെയായിട്ടും അവതരിപ്പിക്കപ്പെട്ട ഫോണുകൾ ഏതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് റിയൽമി X7 Pro കാണാൻ സാധിക്കും. അതോടൊപ്പം റിയൽമി V5, റിയൽമി V3, റെഡ്മി K30 Ultra, റെഡ്മി 10X ഇങ്ങനെ ഉള്ള നമുക്ക് കുറെ ഫോണുകൾ നമുക്ക് ഈ മീഡിയടെക് ഡയമൻസിറ്റി പ്രൊസസർ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ ലോകത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ മീഡിയടെക് ഡയമൻസിറ്റി വെച്ചുകൊണ്ടുള്ള ഫോണുകൾ എന്തുകൊണ്ട് ഇപ്പോഴും ഇന്ത്യയിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്ന കാര്യം എടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന ഉത്തരം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്ക് ഇപ്പോഴും 5G ലഭ്യമായി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഡയമൻസിറ്റി പ്രൊസസറുകൾ വെച്ചുള്ള ഫോണുകൾ നമുക്ക് ഇന്ത്യയിൽ കാണാത്തത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഡയമൻസിറ്റി പ്രൊസസറുകൾ വെച്ചുകൊണ്ടുള്ള ഫോണുകളാകുമ്പോൾ അതിന്റെ പ്രൈസ് നല്ല കുറവായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ 5G ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അത്രയും വിലക്കുറവിൽ ഒരു 5G ഫോൺ ഇറക്കിയത് കൊണ്ട് കമ്പനികൾക്ക് യാതൊരുവിധ നേട്ടവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡയമൻസിറ്റി പ്രൊസസർ വെച്ചുകൊണ്ടുള്ള ഫോണുകൾ ഇന്ത്യയിൽ അവർ ഇറക്കാത്തത്. ഇനി ഇന്ത്യയിൽ 5G വരാൻ തുടങ്ങുമ്പോഴേക്കും ഈ ഡയമൻസിറ്റി പ്രൊസസർ വെച്ചുകൊണ്ടുള്ള ഫോണുകൾ ഇന്ത്യയിൽ വളരെ സുലഭമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് 30,000, 35,000 രൂപ കിട്ടുന്ന 5G ഫോണുകളെല്ലാം നമുക്ക് അന്നേരം 10,000, 15,000 രൂപ പ്രൈസ് റേഞ്ച് നമുക്ക് ലഭ്യമായി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്ന വരെ